നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് വിമർശിക്കുന്നവർ, അവർ ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ ആയിരുന്നാലും അവരെ തേജാവധം ചെയ്യാനും അവരെ താഴെ തള്ളിയിടാനും കൃത്യമായിട്ടും അതിനുവേണ്ടി പണിയെടുക്കുന്ന BJPയുടെ വാർ റൂമുണ്ട്. BJPക്ക് കൃത്യമായിട്ട് അതിനുവേണ്ടിയുള്ള ഒരു രഹസ്യ സൈന്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സംഘമുണ്ട്. അവർ എല്ലാ തരത്തിലും തേജോവധം ചെയ്യും. ഇവിടെ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ മനോജ് മുകുന്ദ് നരവനെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ രാജ്യം എങ്ങനെയാണ് കൃത്യമായും സൈന്യത്തെ ഹൈജാക്ക് ചെയ്യാൻ, അതായത് സൈന്യത്തെ മുഴുവൻ BJPയുടെ പോഷക സംഘടനയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയത്. അതായത് ഈ രാജ്യം BJPയുടെ അധീനതയിലാണ്, BJP നേതൃത്വമാണ് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും അവരുടെ പ്രൊപ്പഗാൻഡ എന്തായിരുന്നു എന്നുള്ളത് പറയുന്ന രീതിയിലാണ് ജനറൽ നരവനെ വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ തേജോവധം ചെയ്യാനും അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാനും നിരവധിയായ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, പല BJPയുടെ MPമാരും രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണം, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണം, രാഹുൽ ഗാന്ധിയെ എന്നേക്കുമായി ലോക്സഭയിൽ നിന്നും പുറത്താക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഹിഡൻ അജണ്ടയാണ്. കാരണം അവർക്ക് കൃത്യമായി അറിയാം, അവർക്ക് ഭീഷണിയായി നിൽക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ജനപ്രിയത ഇതിനോടകം തന്നെ ഇന്ത്യ ടുഡേയുടെയും പല ന്യൂസ് ചാനലിൻ്റെ സർവേകളിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം ശക്തമായി വർദ്ധിച്ചു വന്നിരിക്കുന്നു. 2014 BJP നേതാക്കൾ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കിയ ഈ രാഹുൽ ഗാന്ധിയുടെ ജനപ്രിയത നരേന്ദ്രമോദിയുടെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നതും ഇപ്പോഴൊരു ഇലക്ഷൻ രാജ്യം അഭിമുഖീകരിച്ചാൽ കോൺഗ്രസിലും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിനും കിട്ടാവുന്ന ഭൂരിപക്ഷം മേൽക്കൈ എത്രമാത്രം ശക്തമാണ് എന്നതും വിളിച്ചോതുന്ന തരത്തിലാണ് ആ സർവേ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. ഇതിനെ മൂടിപ്പൊതിഞ്ഞു കെട്ടാൻ, ഇതിനെ ഹൈഡീപ്പിക്കാൻ വേണ്ടി BJP നേതൃത്വം വലിയ കളികളാണ് കളിക്കുന്നത്. എത്രയൊക്കെ മറഞ്ഞിരുന്നാലും സത്യം മറനീക്കി പുറത്തു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഗ്രഹണം പോലെയാണ്. ആ കറുത്ത മറനീക്കി പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായി കഴിഞ്ഞിരിക്കുന്നത്. ജനറൽ മനോജ് മുകുന്ദ് നരവനെ അതിനൊരു കാരണമായി, അല്ലെങ്കിൽ അതിനൊരു ഹേതുവായി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന സാഹചര്യമാണിത്.